ഡിജിറ്റൽ മീഡിയ സ്പെഷ്യൽ ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് വടക്ക് നിന്നുള്ള അടിയാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തെക്കേന്ന് ഇവരെ ഇങ്ങനെയൊന്നും അല്ല പരിചയപ്പെടുത്തേണ്ടിയുള്ളത്. ഇവരങ്ങ് തെക്കീന്ന് വന്നിരിക്കുന്നവരാണ് അല്ലേ വിജുണ്ണ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖങ്ങളൊക്കെ തന്നെ? ഓ, സുഖങ്ങളൊക്കെ തന്നെ. പറഞ്ഞോളൂ, തെക്കൻ തല്ല് എങ്ങനെ ഉണ്ടായിരുന്നു? തെക്കൻ തല്ല് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു കഥ, ഇന്ദുബാബുവിന്റെ കഥ. തെക്കൻ ഭാഷയിലൊന്നും സംസാരിക്കും ഞങ്ങളുടെ അടുത്ത്. അത് ആ സമയത്തൊക്കെ ചെയ്ത് ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ സമയമായില്ലേ. അതിന് ശേഷം വേറെ സിനിമ ചെയ്തു, മറന്നുപോയതുകൊണ്ടാണ്. ഇതിപ്പോ ഇന്ദുബാബുവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അമ്മണിപ്പിള്ള 8 കേസ് എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ ചെയ്തിട്ടുള്ളതാണ്. ഒരു 85 ആ പീരീഡൊക്കെയാണ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എൻറ്റയർ എല്ലാം ഞങ്ങൾക്ക് സെറ്റ് ഇടേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും അപ്പിയറൻസുകളൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പോൾ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നല്ലൊരു കഥയാണ്, ഒരുപാട് പേര് വായിച്ചിട്ടുള്ള നല്ലൊരു കഥയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വർക്കൗട്ട് ആവുന്ന ഒരു ധൈര്യത്തിൽ ഞങ്ങളൊക്കെ ഇരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഒരു ഫണ്ണി പോസ്റ്റ് കണ്ടായിരുന്നു. എന്നാ താൻ കേസോടിന് തല്ലുമാലയിൽ ജനിച്ച മൂവിയാണ് തെക്കൻ തല്ല് കേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ മൂവി മൊത്തം അടിയാണോ? ഫുൾ ഓൺ അടിയാണോ? ഒരിക്കലും അല്ല. തല്ലുകയിലുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ വളരെ ഒരു ഇമോഷണൽ ട്രാക്കിൽ പോകുന്ന സിനിമയാണ്. എന്നാൽ ആവശ്യത്തിന് തല്ലുകൊണ്ട് നല്ലൊരു എൻ്റർടൈനറാണ്, ജെന്യൂനായിട്ടൊരു എൻ്റർടൈനറാണ്. അല്ല നമ്മളൊരു കഥയ്ക്ക് വേണ്ടി ഒരു കഥ ഉണ്ടാക്കിയിട്ടില്ല. രസകളായിട്ടുള്ള സിനിമയായി, നല്ല സിനിമയായിട്ട് വർക്കൗട്ട് ആവും. സുഖം, നല്ല വിശേഷങ്ങള്. അടിപൊളി ഇൻട്രോ ഒക്കെ ആയിരുന്നു ട്രെയിലറിൽ. ഞാൻ പേഴ്സണലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഫിലിമാണ് തെക്കൻ തല്ല് കേസ്. എനിക്ക് ഇതിനു മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു സിനിമയോ ക്യാരക്ടറോ അല്ല. ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയ സിനിമയാണ്. പിന്നെ ഓവറോൾ അതിൻ്റെ പ്രോസസ്സും അത് കഴിഞ്ഞിട്ട് ഇത് റിലീസാവാനുള്ള കാത്തിരിപ്പും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് നിറഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊക്കെ കൊടുത്തു. റോഷന്റെ ലുക്ക് നമ്മൾ ഇതുവരെ കാണാത്തൊരു ലുക്കൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ? അതെ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കും എന്നെ തന്നെ കണ്ട് ഞാൻ മടുത്തിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ മറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ കണ്ടിന്യൂറ്റി പോലത്തെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തെക്കനിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് തെക്കൻ മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ഒരു ലുക്ക് റെഫറൻസ് എന്നുള്ള രീതിയിൽ ഇതിന് ഏകദേശം ഇതുപോലത്തെ ഒരു സാധനം ശ്രീധരൻ അയച്ചു തന്നിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ്. അപ്പം അന്ന് മുതലേ അതിലേക്ക് കയറാൻ വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് തലേന്ന് രാത്രിയിലാണ് ഈ ലുക്ക് ചേഞ്ച് ഞങ്ങൾ ചെയ്യുന്നത്. അന്ന് മിററൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മുറിയിൽ. നമുക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ആ റൂം മുഴുവനുള്ള മധുചേട്ടൻ ഉണ്ടായിരുന്നു, റോണക്സ് ചേട്ടൻ ഉണ്ടായിരുന്നു, ഡയറക്ടർ ശ്രീധരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചൊരു സാധനം ചെയ്തു. എല്ലാം ഫൈനലായി കഴിഞ്ഞാണ് ഞാൻ മിററിൽ പോയി നോക്കുന്നത്. വേറൊരാളെ പോലൊക്കെ എനിക്ക് തോന്നി. അത് ഒരു ആക്ടർക്ക് ഭയങ്കര അഡ്വാൻറ്റേജാണ്. ശരിക്കും റീസെൻ്റ്ലി ഒരു ലുലുലു ചേർന്ന ഫംഗ്ഷനിൽ റോഷൻ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് തെക്കൻ തല്ല് കേസ് എന്നുള്ളത്. അപ്പോൾ കണ്ടന്റ് ആണോ ക്യാരക്ടർ ആണോ, എന്താണ് ഈ സിനിമയിലേക്ക് ആദ്യം അട്രാക്ട് ചെയ്തത്? ഷോർട്ട് സ്റ്റോറി വായിച്ചപ്പോൾ ഒരു താല്പര്യമാണോ? അല്ല, ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു നറേഷനാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് ഞാൻ ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ഒരു എന്റർടൈനർ, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സിനിമയാണ്. അത്ര തന്നെ എന്റർടൈനിങ് ആയിരുന്നു എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാനും. അപ്പം അങ്ങനെ പിന്നെ ഈ പറഞ്ഞ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ സിനിമ. സിനിമയ്ക്ക് വേണ്ട മാറ്റങ്ങൾ കുറേ വരുത്തിയിട്ടുണ്ട്. അതിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബേസ് കണ്ടന്റ് ഒന്നും പോകാതെ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയും, ഇത് നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ടീമിന് അവരൊരു വിശ്വാസമുണ്ട് നമുക്ക്. കാരണം ശ്രീജിത്തിൻ്റെ ആദ്യത്തെ മൂവി ആണെങ്കിലും ശ്രീജിത്ത് ഒരുപാട് ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഓൾഡ് മങ്സിലൊക്കെ ഉണ്ടായിരുന്നു. മധു നീലണ്ടനാണ് ക്യാമറ വർക്ക് ചെയ്ത്, സമീറ കോസ്റ്റ്യൂം. പിന്നെ ഇതിൻ്റെ ആർട്ട് സെക്ഷൻ ആണെങ്കിലും 80 പീരീഡ് ആ സമയത്ത് പറയുന്നതുകൊണ്ട് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ട് എല്ലാവരെയും അപ്പിയറൻസ് സ്കെച്ച് ചെയ്തിട്ടും ബാക്ക് ഡ്രോപ്പുകൾ സ്കെച്ച് ചെയ്തിട്ടും ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ ഇവർ വളരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ, അവർക്ക് ഓരോ ലുക്കും എല്ലാം എല്ലാവർക്കും വെച്ചിട്ട്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ അവർ വളരെ തറവായിരുന്നു. നല്ലൊരു സിനിമയാക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നല്ലതാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഈ സിനിമയിലേക്ക് വരാനുള്ള ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? 3-4 മെയിൻ റീസൺസ്. ഐ തിങ്ക് ഇറ്റ്സ് എനിക്കിഷ്ടപ്പെട്ടത് ഓഫ് കോഴ്സ് ഈ സ്റ്റോറിയുടെ ലാൻഡ്സ്കേപ്പും അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ്. ഞാൻ ഈ കഥൻ്റെ ഒറിജിനൽ സ്റ്റോറി ഞാൻ വായിച്ചിട്ടില്ല, സോ എനിക്ക് അതിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്കറിയില്ല. ബട്ട് കഥ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആ ലാൻഡ്സ്കേപ്പ്, ആ കറ്റകാലം, ഒരു കഥയില്ലാതെ ഒരു കഥ, ഭയങ്കര രസപ്പെടുന്ന ഒരു ക്യാരക്ടേഴ്സ് എല്ലാം. ഐ എം നോട്ട് ജസ്റ്റ് സേയിങ് ദ പ്രിൻസിപ്പൽ പ്രൊട്ടാഗണിസ്റ്റ് അമ്മിണി പിള്ളെ മാത്രമേ ഇല്ലാതെ എല്ലാ കഥാപാത്രത്തിനും അതിനൊരു കഴിവും അതിനൊരു നമ്മളത് അങ്ങനെ ഓർത്തിക്കും. ഞാൻ കേൾക്കുമ്പോൾ തന്നെ കഥ കേൾക്കുമ്പോൾ തന്നെ ചെറിയ 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 കഥാപാത്രങ്ങൾ, അവരുടെ പേര് എല്ലാം ഒരു പ്രത്യേക ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കേഴ്സ് ഉണ്ട്. അത് മാത്രമല്ലാതെ രുക്മിണിയും വാസന്തിയും, നിമിഷ ചെയ്ത വാസന്തിയുടെ കഥാപാത്രം, എനിക്ക് ആക്ച്വലി നിമിഷയുടെ ആദ്യത്തെ പടം ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഈ കുട്ടിയുടെ കൂടെ ജോലി ചെയ്യണം. അപ്പോൾ വെൻ ഷിജിത് സെഡ് വാസന്തി ആരാണ് ചെയ്യുന്നത് നിമിഷ, ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ദേ ഹാവ് എ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ. ഞാനിപ്പോൾ എനിക്ക് സിനിമയിൽ അതങ്ങനെ ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ആൻഡ് ഷിജിത്ത് അത് പ്ലേസ് ചെയ്തതും അങ്ങനെ ഒരു നല്ല രസമായിട്ട്, അങ്ങനത്തെ ഒരു ചില കോൺവെർസേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ കേട്ടാൽ നിങ്ങൾക്ക് അതിനെ കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ 3 പ്രിൻസിപ്പൽ റീസൺസ്. രുക്മിണി ഈസ് വെരി വെൽ റൗണ്ടഡ് ക്യാരക്ടർ. സ്പെഷ്യലി നമ്മൾ ഈ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് 2 ആണുങ്ങളായാലും ടിപ്പിക്കലി അങ്ങനത്തെ പടങ്ങളിൽ നമ്മൾക്ക് സ്ത്രീ കഥാപാത്രം അങ്ങനെ മാറി നിൽക്കും. ബട്ട് അങ്ങനെ ഇല്ലാതെ ദർ ഇസ് എ ലോഡ് ഓഫ് സ്ട്രെങ്ത്. ആൻഡ് അതങ്ങനെ പ്രത്യേകമായിട്ട് അത് സ്ട്രെങ്ത് ഉണ്ടാകാൻ വേണ്ടി ഒന്നുമില്ല. ആ കഥയുടെ കൂടെ അങ്ങനെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ സോണും സ്പേസും നല്ലോണം അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാണ് ആസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ദ സ്റ്റോറി ലൈൻ. സോ ദീസ് ആർ ഐ തിങ്ക് ബ്രോഡ്ലി ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിയലി ജെന്യുവൻ എൻ്റർടൈനർ. അങ്ങനത്തെ സിനിമയും ചെയ്യാൻ ഇത്രയും നമ്മൾ ഫാക്ടേഴ്സ് ഉണ്ടായിട്ടും ഒരു എൻ്റർടൈനിങ് സിനിമ ചെയ്യുന്നത്, ആ 2 ബാലൻസ് ചെയ്ത് വരുന്നത് ഒരു ഇറ്റ്സ് എ യുണീക്ക് തിങ്. നോ, യു റെയർലി ഗെറ്റ് ദിസ് കോമ്പിനേഷൻ. സോ ഐ തിങ്ക് ഓൾ ഓഫ് ദീസ് റീസൺസ് പുട്ട് ടുഗദർ. ചേട്ടൻ്റെ കൂടെ ഇതിനു മുമ്പും സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ? ചെറുതായിട്ടേ അഭിനയിച്ചിട്ടുള്ളൂ. 2 സിനിമ സീനിയേഴ്സ് ബട്ട് വി ഡിഡ്ന്റ് ഹാവ് മച്ച് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ബിജുട്ടിനെ അറിയാമായിരുന്നു നല്ലോണം. ബിക്കോസ് ആസ് എ പേഴ്സൺ, ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഹവ് ഓൾവേസ് അഡ്മയർഡ് ഹിം. ബട്ട് ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം വി റിയലി എൻഗേജ്ഡ് വിത്ത് ഈച്ച് അതർ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കോമ്പിനേഷൻ? ബിജുട്ടി പറയും. അല്ല, ഞാൻ പറഞ്ഞത് ഇതൊരു ജെന്യുവൻ കഥാപാത്രങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വെൽ സെറ്റ് ആയിരുന്നു എല്ലാവരും. പിന്നെ ആദ്യത്തെ 2-3 ദിവസം ഞങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ കൊല്ലം ഭാഷയും ട്രിവാൻഡ്രം ഭാഷയൊക്കെ ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണമായിരുന്നു. പിന്നെ എല്ലാവരും വന്നു, എല്ലാവരും ഈ അപ്പിയറൻസുകളിലൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ സെറ്റൊക്കെ റീക്രിയേറ്റ് ചെയ്ത് വലിയ ബഡ്ജറ്റുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ഈ ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ് ഇത് ചെയ്യുന്നത്. സാരഥിയും മുകേഷും വിവേക്കും ഒക്കെ കൂടിയിട്ടാണ്. അവർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ എൻ്റെ ടീം വളരെ കാര്യമായിട്ട് റിസർച്ച് ചെയ്ത ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയെന്നാണ് എനിക്ക് വിശ്വാസം. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ഒരു ലോക്കൽ അങ്ങനത്തെ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഈ കട്ടകാലത്തുള്ള സംഭവം ഭാഷ പഠിക്കാനൊക്കെ പാടായിരുന്നു? നല്ല പാടാണ്. നോട്ട് ബിക്കോസ് ഓഫ് ദ സ്ലാങ്. ഐ തിങ്ക് ഞാൻ മലയാളം സംസാരിച്ചിട്ട് കുറേ കാലമായി. ഞാൻ പിന്നെ കുറേ ഭാഗത്തിലൊക്കെ, ലോകത്തിൻ്റെ കുറേ ഭാഗത്തിലൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ നമ്മൾ ഒരു ഭാഷ സംസാരിക്കാതെ ആ ഒരു ഫ്ലുവൻസി പോകുമ്പോഴേ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ തന്നെ വരും. ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് മുഴുവൻ സിനിമ വേണോ? ഓക്കെ, വേണം, ശരി. ഇറ്റ് വാസ് ക്വൈറ്റ് ആക്ച്വലി വെരി വെരി ചാലഞ്ചിങ് ഫോർ മീ. പിന്നെ ബട്ട് നല്ലൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. മറ്റ് 2 സിനിമകൾ ചെയ്യുമ്പോൾ ഭയങ്കര സെറ്റായി. ബട്ട് ദീസ് പീപ്പിൾ വർ വെരി പേഷ്യൻറ്റ്, സ്പെഷ്യലി വിജുവേട്ടൻ. വെരി സ്പോർട്ടീവ് കോ ആക്ടർ, ഭയങ്കര സ്പോർട്ടീവാണ്. ഞാൻ നോട്ട് ജസ്റ്റ് ലൈക്ക് ഐ മീൻ ആസ് എ കോ ആക്ടർ ഈസ് എക്സ്ട്രീംലി സപ്പോർട്ടീവ്. ബട്ട് ചില there were sequences where there was a little physical engagement, right? അപ്പോൾ അതിനൊക്കെ ഭയങ്കര
like really genuinely supported me a lot. ഞാൻ പിന്നെ ആ ഇൻസിഡന്റിനെ കുറിച്ച് പറയില്ല. പാവം, he's been very supportive. Not only Bijoyton, actually I would say Roshan, ഇവിടെയുള്ള എല്ലാം നമ്മളുടെ നടന്മാരും, വാസന്തി, working with Nimisha. And actually when ഞാൻ അവളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, it was like so when I worked with her, I really enjoyed working with her. So all the entire crew, Bijoyton പറഞ്ഞ പോലെ it was a very എല്ലാവരും പറഞ്ഞോളൂ. എല്ലാവരും അടിപൊളിയായിരുന്നു. everybody kind of gotten into their space and they were all like wanting to ആ പടത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും they wanted to do the best. അപ്പോൾ ആ വഴിയിൽ വരുമ്പോൾ തന്നെ നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാവും. ഇപ്പോൾ നിമിഷ ഇവിടെ ഇല്ല. ഈ സിനിമയുടെ ട്രെയിലറിൻ്റെ ആണെങ്കിലും പാട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ താഴെ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിമിഷയ്ക്ക് ചിരിക്കാൻ അറിയാം. അതെ, നിമിഷ ഒരു ചിരിച്ച മുഖത്തിലായിരുന്നു. നിമിഷയ്ക്ക് ചിരിച്ച് സിനിമയിൽ കണ്ടു എന്ന ഒരു കമൻറ്റ്, എന്താണ് അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിമിഷ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നമ്മളെ പല സ്ഥലത്തും നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ആക്ടറാണ്. ചെറിയ വളരെ സട്ടിൽ എക്സ്പ്രഷൻസ് ഒക്കെ ആയിട്ട് പല സീക്വൻസുകളും നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ്. റോഷൻ, നിമിഷയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നിമിഷയോട് വർക്ക് ചെയ്യുന്നത്. ഇത് പൊടിയനും വാസന്തിയും അഗൈൻ ലൈക്ക് നിമിഷ ഷൂട്ട് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ പൊടിയനും വാസന്തിയും തമ്മിലൊരു പർട്ടിക്കുലർ കെമിസ്ട്രി ഒക്കെ ഉണ്ടാവണം. അത് നമുക്കങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫോഴ്സ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അത് നിമിഷമായിട്ട് ഉണ്ടായി. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ ആ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വിജയേട്ടൻ പറഞ്ഞതുപോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആക്ടറാണ് നിമിഷ. കൂടെ വർക്ക് ചെയ്യാൻ ഒരു സീനിൻ്റെ മുഴുവൻ ഹെഫ്റ്റും നിമിഷ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്കത് ഭയങ്കര ഹെൽപ്പാണ്. അതായത് ഈ പറയുന്ന പോലെ ഒരു പീരീഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള നമ്മുടെ സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂംസ്, നമ്മുടെ അപ്പിയറൻസ് എന്നൊക്കെ പറയുന്നത് പോലെ കോ ആക്ടറും അത്രയും തന്നെ ആ മൊമെൻറ്റിൽ ബിലീവബിൾ ആണെങ്കിൽ അത് നമ്മുടെ വർക്കിനെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ മൊമെൻറ്റിലും നിമിഷ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ ഒരു 80-ന്റെ കാലഘട്ടങ്ങൾ റീക്രിയേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു റെഫറൻസ് എന്തെങ്കിലും എടുത്തിരുന്നോ? ഈ ടീം ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. കുറേ നാളായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ റിസർച്ചിൽ നിന്ന് നമ്മൾ അറിയണം എന്ന് തോന്നിയ കുറച്ച് മെറ്റീരിയലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് റെഫറൻസസ്, ഫോട്ടോസായിട്ട് ഒരു പഴയ ഡോക്യുമെൻ്ററി, ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ആൾക്കാർ നടന്നിരുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ തരുന്നത്. പിന്നെ ഇന്ദുവൻ സാറുടെ റൈറ്റിങ്ങിൽ നിന്ന് നമുക്ക് സിനിമയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയലോഗ്സിലല്ല, അല്ലാതെ നോട്ട്സ് ആയിട്ട്, ഡിസ്ക്രിപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ അവരാണ് ആ പണി മുഴുവൻ എടുത്തത്. അവരാണ്. ഞങ്ങളുടെ ജോലി ഭയങ്കര കംഫർട്ടബിൾ ആക്കിയത് അവരിതിൽ അത്രയും ഹോംവർക്ക് ചെയ്തിരുന്നത് കൊണ്ടാണ്. ഹൃദയം കഴിഞ്ഞു, ആന്റണി താടിക, ഹൃദയം കഴിഞ്ഞു, ആഹാ കഴിഞ്ഞു, ഇപ്പോൾ ഇത്തന്റെ കേസിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും? പൊടിയനോടൊപ്പം ഉള്ള ഒരു ക്യാരക്ടറാണ്. പൊടിയൻ്റെ ഗ്യാങ്ങിലുള്ള ഒരാളാണ്. ഞങ്ങളുടെ മറ്റ് ആൾക്കാരാണ് ഈ ഇരിക്കുന്നവർ. നാട്ടിൻപുറത്തെ സാധാരണ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണാറുള്ള വേറെ പൊടിയനാണ് ഞങ്ങൾക്കെല്ലാം. മീൻസ് പൊടിയൻ്റെ സപ്പോർട്ടിൽ നാട്ടിൽ കുറച്ച് അലമ്പി നടക്കുന്ന ഫ്രണ്ട്സ്, അങ്ങനെ ഒരാളാണ് ഇതിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ലോപ്പസ് എന്നാണ് പേര്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ഇത് ചെയ്യുന്നത്. തെക്കൻ ഭാഷ ഓൾറെഡി ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ട്രിവാൻഡ്രം ആണ് എൻ്റെ സ്ഥലം, വെഞ്ഞാറമൂടാണ് എൻ്റെ സ്ഥലം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങനെ ഭാഷ പിടിക്കേണ്ട പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നോട് ശ്രീധരൻ പറഞ്ഞത് ഞാനിതിൽ പെയിൻറ്ററാണ്, ട്രെയിലറിലൊക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാനിതൊരു പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ കുറച്ച് പേര് എഴുതുന്നതും വരയ്ക്കുന്നതായിട്ടൊക്കെ ഷോട്ടുകളൊക്കെ വരുമ്പോൾ അതൊരു പെയിൻറ്ററായിട്ട് ഫീൽ ചെയ്യണം വശത്തെ എന്നുള്ളതൊക്കെ വന്നിരുന്നത്. അത് കുറച്ച് ടഫായിരുന്നു. അത് കുറച്ച് വർക്ക് ചെയ്തു എന്നുള്ളതാണ് അഡീഷണലി ഞാൻ പഠിച്ച കാര്യം. പിന്നെ ഈ സൈക്കിൾ ചവിട്ടുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൈക്കിളാണ്, ബൈക്കില്ല. ഇന്നത്തെ പോലെ ഒരു ഗ്യാങ്ങിനിടയിൽ ഒരു 5 പേർക്ക് ബൈക്ക് ഉണ്ടെങ്കിൽ അന്ന് 5 പേർക്ക് സൈക്കിളാണ്. അപ്പോൾ സൈക്കിൾ ചവിട്ടുന്നു. അപ്പോൾ നോർമലി നമ്മൾ സൈക്കിൾ ചവിട്ടും, പക്ഷേ ആ ഫുൾ സൈക്കിൾ അധികം ചവിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു സ്ട്രക്ചർ വേറെയാണ്. അപ്പോൾ അത് ചവിട്ടുന്ന മണലിൽ കൂടെയാണ്. അപ്പോൾ ആ ഒരു എഫർട്ടൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ചവിട്ടി പോകാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ഞാൻ പഠിച്ചതെന്ന് തോന്നുന്നു. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കി എന്നുള്ളത്.
അതർവൈസ് ആകെ സൈക്കിൾ വിട്ടത് മാത്രമാണ് പഠിച്ചത്. ബാക്കിയുള്ളതൊക്കെ ഇവര് ചെയ്യുന്നത് കണ്ടതുപോലെ നോക്കി ചെയ്യുന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് സൈക്കിളോട്ട് പെയിന്റ് അടി. അഖിലേട്ടന്റെ ക്യാരക്ടർ എന്താണ്? പൊടിയന്റെ ഗ്യാങ്ങിലുള്ള ഒരാൾ തന്നെയാണ്. കുഞ്ഞുഞ്ഞെന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതുപോലെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ പൊടിയന്റെ പുറകെ അരമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. കുഞ്ഞിന് സൈക്കിളുടെ ഉണ്ട്. സൈക്കിളുടെ ഉണ്ട്, പക്ഷെ സൈക്കിളിൽ വേറെ ആളാണ് സ്റ്റാഫാണ് ഇരിക്കുന്നത്. അതിന്റെ ഓണറാണ്. അപ്പൊ ഞാൻ അതിൻ്റെതായ ജാടയും കാര്യങ്ങളൊക്കെ സൈക്കിൾ ആ ജംഗ്ഷനിൽ ഒരു സൈക്കിളുടെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടൻ ഇനി പറയുന്ന വേണ്ടി ഞങ്ങൾ വെയിറ്റ് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം. ചോദിക്കാം. ചേട്ടന്റെ മറ്റേ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഏത് വീഡിയോ? എന്റെ ഏത് വീഡിയോ? അങ്ങനെയല്ല, വൈറൽ വീഡിയോ അതെങ്ങനെയാണ് ആ ഒരു ഐഡിയ? ചേട്ടന് റിയൽ ലൈഫ് സംഭവിച്ചത് തന്നെയായിരുന്നു? അത് ഇങ്ങനെ തനക്ക് ഒരാളെ ചോദിച്ചതാണ്. അപ്പൊ ഇപ്പൊ ഈ മറ്റേ കൃഷി വീഡിയോയുടെ കാലഘട്ടമല്ലേ. ഞാൻ ഇതേപോലെ കറണ്ടും ഇല്ലാതെ വീട്ടിൽ അന്ന് മറ്റേ ചുഴലിക്കാറ്റൊക്കെ ഉണ്ട്. കൊറോണയാണ്, വെളിയിറങ്ങാൻ നിർത്തില്ല. വീട്ടിൽ കിടന്നപ്പോൾ ഒരാൾ ചേട്ടാ ബർത്ത്ഡേ വിഷ് തരുന്നത്. അപ്പം ബാറ്ററി 4% ഉള്ളൂ ഫോണിൽ. ഞാൻ ചോദിച്ചാൽ ആരക്കടാ എന്റെ ബർത്ത്ഡേ വിഷിട്ട് എടുത്തിട്ട് അത്യാവശ്യം ചോദിച്ചു. അയ്യോ ഈ കേരളത്തിലൊന്നും അല്ലടേന്ന് ചോദിച്ചു. അപ്പം അവൻ ദുബായിലാണ്. ഇങ്ങനെ ഞാൻ വെറുതെ അങ്ങനെ ഒരു ഐഡിയ വെച്ചെടുത്ത് വീഡിയോ ആണ്. ഒരുപാട് പേര് ഷെയർ ചെയ്തു. ഇല്ല എല്ലാവരും സ്റ്റാറ്റസ് ആയി. അങ്ങനെ അങ്ങ് പോയതാണ്. ചേട്ടന്റെ ക്യാരക്ടർ മൈക്ക് കൊടുക്കുന്നു. ഇവർ പറഞ്ഞതുപോലെ പൊടിയൻ്റെ ഗ്യാങ്ങാണ്. പൊടിയൻ്റെ ചോരത്തിളപ്പിൽ അതിൻ്റെ പുറകെ ഊച്ചാളികളായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് പ്രഭകുട്ടൻ. പൊടിയന് മാത്രമേ ഗ്യാങ് ഉള്ളൂ? അമ്മണിയാണെന്നെ രുക്മിണി ഉണ്ടല്ലോ. ഊച്ചാളിയായിട്ട് നടക്കുന്ന പ്രഭകുട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ പ്രഭകുട്ടൻ? സ്വന്തമായിട്ട് പാട്ടുണ്ട് ഞങ്ങളെന്നത് ഒരു സോങ് കിട്ടി. പ്രഭകുട്ടൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുഞ്ഞിനൊരു സൈക്കിൾ ഇടകൊണ്ട് ഒരു ചെറുക്കനെ നിർത്തി അവനെ കൊണ്ട് പണിയെടുപ്പിച്ച് അവൻ ജീവിക്കുന്നുണ്ട്. പക്ഷെ എനിക്കതില്ല. പൊടിയൻ്റെ വാരി തൂങ്ങി നടക്കുക, എന്തെങ്കിലും അത് നോക്കി തിന്നുക. ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ. പക്ഷേ കാമുകിയുടെ മുമ്പ് അയാൾ ഭയങ്കര രാജാവാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാള് ഭയങ്കര ഒരു പ്രണയം മിസ്സാവുന്നേക്കാണ്. അങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ കഥാപ്രസംഗം പറഞ്ഞ ആളാണ്. സിനിമ മൊത്തം ഇരുന്ന് വിവരിച്ചിടാം. അരുണിന്റെ ക്യാരക്ടറിനെ കുറിച്ച്? ഈ ടീമിൽ ഒരാളാണ്. ഞങ്ങൾ 5 പേരാണ് ടീം. എൻ്റെ കഥാപാത്രമാണ് പോലീസാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി പോലീസാകുന്നതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ കൂടുതലുണ്ട് ഈ കൂട്ടത്തിൽ. ഇവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് എന്നെ. ആ കൂട്ടുകാരിൽ അത്യാവശ്യം രക്ഷപ്പെടും എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ നമ്മുടെ അഹങ്കാരം കണ്ടിട്ട് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ അമ്മണിയണ്ണനെതിരെ നമ്മൾ 5 പേരാണ് നിൽക്കുന്നത്. നമ്മൾ 5 പുള്ളിക്കാരൻ ഒറ്റ ആ ഒരു പവർ ഈ 5 പേര് വേണം പുള്ളി ബാലൻസ് ചെയ്യാൻ. അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഈ കൂട്ടത്തിലുള്ള രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നാണ്. ബിചേട്ടാ, ഇപ്പം അയ്യപ്പനും കോശി എടുക്കുമ്പോഴും ഇപ്പം തെക്കൻ തല്ലിയേഴ്സ് എടുക്കുമ്പോഴും രണ്ടുപേര് തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷാണ് വർക്കൗട്ട് ആവുന്നത് അല്ലേ? ഇപ്പം മുണ്ടൂർ മാടനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതുപോലെ അമ്മിണി പിള്ളയ്ക്കും ഒരു പുള്ളിയുടെ തല്ല് നാട്ടിൽ കുപ്രസിദ്ധമാണ്. നമ്മളിപ്പം വേലാതേട്ടൻ്റെ മുള്ളംകൊല്ലി വേലാതേട്ടൻ്റെ അടി പറയുന്ന പോലെ നാട്ടിൽ അമ്മിണിയുടെ അടി ഭയങ്കര കുപ്രസിദ്ധമാണ്. അപ്പം ഈ മുണ്ടൂർ മാടൻ്റെ ഷെയ്ഡ് വരാതെ ഈ ക്യാരക്ടർ കൺസീവ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഓൾറെഡി ആൾക്കാർ വായിച്ചിട്ടുള്ളതും വളരെ ബ്രില്യൻ്റ്ലി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിലെ കഥ എൻറ്റയർലി ഡിഫറെൻറ്റ് കഥയാണ്. ഇതിലൊരു അടിയും കാര്യങ്ങളും ഉണ്ടെന്നുള്ള ചോദിച്ചാൽ നിങ്ങൾ ട്രെയിലർ മാത്രം കണ്ടുകൊണ്ടായിരിക്കാം. എൻ്റെ കഥ എൻറ്റയർലി വേറെ രീതിയിലാണ് പോകുന്നത്. വളരെ എൻഗേജിങ് സിനിമയാണ്, എൻ്റർടൈനറാണ്. അയ്യപ്പനും കോശിയിലാണെങ്കിൽ ഒരു ഇഷ്യൂവിന് ശേഷം അടുത്ത ഇഷ്യൂവിൻ്റെ അങ്ങനെ ഗ്രാഫ് കൂടി വരുന്നതാണ്. ഇതങ്ങനത്തെ ഒരു ഇഷ്യൂ അല്ല. ഇത് ഞങ്ങൾ വേറൊരു രീതി മുഴുവൻ പറയാൻ പറ്റില്ല. ചേട്ടൻ്റെ കരിയോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് റോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്. ഈ സിനിമയിലെ നായകനാണോ വില്ലനാണോ? ഈ സിനിമയില് ഫസ്റ്റ് എൻ്റെ പേരാണ് എഴുതി കാണിക്കുന്നത്. അതുകൊണ്ട് ഫ്ലക്സ് കണ്ടറിഞ്ഞൂടെ? വലിയ പടം കണ്ട നായകനിലെ ഫ്ലക്സ്. വലിയ പടം എപ്പോഴും ചെറുതായിരിക്കും. ഇത് എല്ലാവർക്കും നല്ല പെർഫോമിങ് സ്പേസ് ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇവിടെ ഏത് കഥാപാത്രം എടുത്തു കഴിഞ്ഞാലും നല്ല പെർഫോമിങ് സ്കോപ്പുള്ള. റിയൽ ലൈഫില് ഇതുപോലെ ഒരു നല്ല അടി കിട്ടിയ എന്തെങ്കിലും ഓർമ്മ പങ്കുവയ്ക്കാണ്? ഒക്കെയാണ് പങ്കുവയ്ക്കുന്നത്. എനിക്ക് ഒരു തല്ല് കിട്ടിയിട്ടുണ്ട് പണ്ട്. അത് സൈക്കിൾ ഇടിച്ചിട്ട് ആ കുട്ടിയുടെ അച്ഛൻ, ഞാൻ ചെറുപ്പത്തിലാണ് പഠിച്ചത്, ആ കുട്ടിയുടെ അച്ഛൻ്റെ അടി അടിച്ചു. പുള്ളി വിറക് വെട്ടുകാരനായിരുന്നു. 3 ദിവസത്തേക്ക്
തലയ്ക്ക് ബാലൻസ് പോലും ഉണ്ടായിരുന്നില്ല എനിക്ക്. അമ്മാരി ഒരു അടി കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. പിന്നെ അടിച്ചിട്ടില്ല, വേറെ ആരും അടിച്ചിട്ടില്ല. ചേച്ചി ആർക്കെങ്കിലും കൊടുത്തതായിരുന്നു? ഒരുപാടുള്ളതുകൊണ്ട് എണ്ണണം. കുറേ ഉണ്ടോ? There are instances. Actually, ഞാൻ ഇച്ചിരി കുറച്ച് നോൺ വയലൻസിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നു. But then it got resolved over time. റോഷനും എനിക്ക് എന്താണ് പ്രതീക്ഷ? What are you expecting? നിങ്ങൾ എത്ര ഡീറ്റെയിലിൽ പോയിട്ട് ആ അടിയിൽ വെച്ച് റോഷൻ സിനിമയിൽ ഒരുപാട് തല്ല് കൊടുത്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. റിയൽ ലൈഫില് അത്ര ഒന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കച്ചറകളൊക്കെ സ്കൂളിൽ വെച്ചിട്ടൊരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ നമ്മൾ ഭയങ്കര വലിയ ആൾക്കാരായി എന്നുള്ളൊരു തോന്നൽ വരുന്ന ചില ക്ലാസ്സുകളൊക്കെ ഉണ്ട്. 12ാം ക്ലാസ്, 10ാം ക്ലാസ് നമ്മൾ പാൻറ്റൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ വളരെ ഫ്രജൈലായിട്ടുള്ള ഈഗോനെ ആരെങ്കിലും ഒക്കെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ പോവുക, അതൊരു ഉന്തും തള്ളുവാവുക. പിന്നെ ടീച്ചർമാരെ പൊക്കി കഴിയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ മൊത്തം മൂഡ് മാറും. അയ്യോ പാവം, എന്നിട്ട് അവർ മറ്റേ സ്കൂളിൽ മുട്ടുകുത്തി നിർത്തും. കൊച്ചു പിള്ളേർ, നിക്കറിട്ട പിള്ളേരൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ ബാഗ് തൂക്കി വീട്ടിലേക്ക് പോകും. അപ്പം അങ്ങനത്തെ കുറച്ച് ആന്റി ക്ലൈമാക്റ്റിക് ആയിട്ടുള്ള ചെറിയ പണ്ട് വീട്ടില് പറഞ്ഞ കേൾക്കാത്തന്നെ കിട്ടിയിട്ടുണ്ട്. പണ്ട് അമ്മ എന്നെ അടിച്ചത് ആദ്യമായിട്ട് ഈ പേപ്പർ ചുരുട്ടി സിഗരറ്റ് വിളിച്ച് മറ്റേ ചിമ്മിനിയിൽ വിളക്ക് എത്തിച്ച് വെച്ചാൽ നമുക്ക് പണ്ട് ഈ സിഗരറ്റ് കണ്ടിട്ട് അങ്ങനെ അടി കിട്ടി. അതൊരു ഓർമ്മയുണ്ട്. അങ്ങനത്തെ പരിപാടി വീട്ടിൽ നിന്ന് അടിയിട്ടുള്ളൂ. അല്ലാതെ പിന്നെ കുടിയേറി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അടിയിട്ടിട്ടില്ല. ഞാൻ നോക്കാൻ വേണ്ടി നടക്കിയിരുന്നു, തന്നെ ആരും അടിച്ചില്ല. അടിയാ ഞാൻ ആരും ഉപദ്രവിക്കാറില്ല. ഒരു അട്ട പോലും ഞാൻ പോണ സമയത്ത് മറഞ്ഞു കിടന്ന തിരിച്ചു നൂത്തിട്ടന വഴി തിരിച്ചു വിടുന്ന ഒരാളാണ്. ആരും ഉപദ്രവിക്കാത്തൊരു പാവം മരിച്ചു. ഉണ്ട്, അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. അത് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര, അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് എല്ലാവരും സുഹൃത്തുക്കളാണ്. അതൊക്കെ അന്നത്തെ സമയത്ത് ഉണ്ടാവുന്ന ഈ പറഞ്ഞ പോലത്തെ ഇതില്. പക്ഷെ കൊടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കണമെന്ന് വിചാരിക്കും. പക്ഷെ അടുത്ത് കൈയെത്തുമ്പോൾ വേദനിക്കലോ എന്ന് തോന്നുമ്പോൾ തിരിച്ചപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇട്ടു. അതുകൊണ്ട് പരിപാടി നിർത്തി. പിന്നെ കുറച്ച് ബോധമൊക്കെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ പരിപാടിക്ക് അധികം ഇത് ചെയ്യാറില്ല, പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങനെ വീട്ടിൽ നിന്നുള്ളത് മാറ്റി നിർത്തി പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജ് ബസ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെറിയ തല്ല് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നം എൻ്റെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല സത്യത്തിൽ. സ്റ്റേഷനിൽ കിടന്നു. പ്രധാനമായിട്ടും ഒരു ഉത്സവ സ്ഥലത്ത് നിന്നിട്ട് എൻ്റെ ചേട്ടത്തിയുടെ വീട്ടിൻ്റെ അവിടെ ചെന്ന് ഉത്സവത്തിന് ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള കൂട്ടുകാരെല്ലാം പിന്നെ ബന്ധുക്കളായിട്ടുള്ള പയ്യന്മാരെല്ലാം ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ സൈഡ് പോയിരുന്നു. ഞാനും അവിടെ പോയിരുന്നു. യവന്മാർ ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ പോയി. സാധനം ഞാൻ മാത്രം ഒറ്റയ്ക്ക് അവിടെ ആയി. തൊട്ടടുത്ത് പെണ്ണുങ്ങളായിരുന്നു. കേട്ടോ, അവിടെ ഉള്ള ബാക്കിയുള്ള ആള് പരിചയമില്ലാത്തടത്തൊന്നും ഈ സൈഡ് എന്തെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് പതുക്കെ എനിക്ക് മനസ്സിലായി യവന്മാർ മുടയാണ്, ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ തിരിഞ്ഞങ്ങോട്ട് പോകാനും മൂത്ത് ഉളക്കാം രണ്ടു അടിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ കേൾക്കാതെ ഈ മഴയത്ത് തോട്ടിലൊക്കെ കുളിക്കാനൊക്കെ പോയി. ചേട്ടനൊക്കെ അമ്മേരെ നിന്നും ചേട്ടൻ്റെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചെയ്യുന്ന തന്ത്രം എന്ന് പറയുന്നത് അമ്മയെ അടിക്കാൻ നേരത്ത് കമ്പ് വെട്ടിക്കൊണ്ടുവരാൻ പറയും. ക്രൂരമാണ്, നമ്മളെ കൊണ്ട് തന്നെ കമ്പ് വെട്ടിച്ച് അറിയുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാഠപുസ്തകത്തിലും കണ്ട് പഠിച്ചു ഈ കമ്പ് പെട്ടെന്ന് ഒടിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് പിച്ചാത്തുകൊണ്ട് ഇങ്ങനെ വരിഞ്ഞു ഏതോ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കമ്പ് വരിഞ്ഞു വെച്ചിട്ട് കൊണ്ട് കൊടുക്കും. അടിക്കുമ്പോൾ ഇത് പല തുണ്ടായിട്ട് തെറിക്കും. അന്നോട്ട് തുടങ്ങി ആക്ടിങ് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഈ പ്രേമനീയപ്പം എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഹിറ്റാണ്. അപ്പൊ അതിന്റെ ഒരു 2 വരി എല്ലാവർക്കും കൂടെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചോദ്യം പറയണമെങ്കിൽ പാടിക്കോളാൻ പറഞ്ഞു.
5 തെങ്ങ് കടപ്പുറത്തുച്ച നേര പ്രഭക്കുട്ടൻ അമ്പും കൊണ്ട് പൊള്ളി മണ്ണ് സുശീല പെണ്ണ് ആളിക്കത്തും അടുപ്പത്ത് കയറ്റി വച്ചു ദൈവച്ചാര് ചട്ടി ഒന്ന് തിളച്ചു മോഹത്തെളിയണ്ണ ടട്ടാടാട ടട്ടാടട്ടാടാട ലാസ്റ്റ് വീക്ക് കോബ്ര റിലീസ് ചെയ്തു, ഈ വീക്ക് തെക്കൻ റിലീസ് ചെയ്തു. നെക്സ്റ്റ് വീക്ക് റിലീസ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, കൊത്തുണ്ട്. അപ്പൊ അതിലെ ക്യാരക്ടറിനെ കുറിച്ച് ആ ഗോൾഡിലെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഒരു ചെറിയൊരു പരിപാടിയാണ്, ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കൊത്ത് അതിന്റെ നമ്മളിങ്ങനെ കുറച്ച് പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊത്തിപ്പോ സിംസാറിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ആ പടം മോസ്റ്റ്ലി ചെയ്യുന്നത്. അതിൽ സുമേഷ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു നല്ല കൂട്ടുകാരനാണ് സുമേഷ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏത് സിനിമ നോക്കിയാലും റോഷൻ മാത്യു ഉണ്ട്. നല്ല സമയമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? എനിക്കറിയില്ല, എവിടെ നോക്കിയാലും ഉണ്ട്. ഈ മലയാളത്തിലെ ഹിന്ദി തമിഴ് എല്ലാം അങ്ങനെ അടുപ്പിച്ചൊക്കെ വരുന്നത് ചിലപ്പോ ഒരു വലിയ ഭാഗ്യമായിരിക്കും. അത് അങ്ങനെ തന്നെ ആണോന്നൊക്കെ ചിലപ്പോ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ. ആൾക്കാർ കണ്ടു മടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ച് നാൾ അടുപ്പിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വർക്ക് വന്നപ്പോൾ ബാക്ക് ടു ബാക്ക് ചെയ്തായിരുന്നു. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പറ്റുന്നത്രയും ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തിട്ടൊക്കെ അടുത്ത് തുടങ്ങാൻ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് വിടാൻ പറ്റില്ലാത്തത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് വരുമ്പോൾ മാത്രമേ അങ്ങനെ ബാക്ക് ടു ബാക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അത് എല്ലാം വരുന്നതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. എസ്പെഷ്യലി തെക്കൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു പടമാണ്, വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റീസെന്റ് തങ്കം ആദ്യമായിട്ടാണ് ഭാവന സ്റ്റുഡിയോസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് തങ്കം? അതെനിക്ക് ഇപ്പോൾ റോഷൻ പറഞ്ഞ വിധം ഓരോന്നും ഓരോ പാഠപുസ്തകമായിട്ട് മാറുന്ന സംഭവമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു വർക്കിംഗ് ഒരു ടീമിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്ത്. അത്രയും ദിവസം വളരെ കംഫർട്ടബിൾ ആയിരുന്നു, വളരെ റിലാക്സ്ഡ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി അവരും ഇതിനെപ്പറ്റി വളരെയധികം ആലോചിച്ചും വളരെ തറവാണ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി. നല്ല ഒരു അവരുടെ നമുക്കൊരു സ്ട്രെയിനൊന്നും ഫീൽ ചെയ്യാതെ അഭിനയിക്കാൻ പറ്റുന്നതായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇത് മോൻ്റെ ഷൂ പെട്ടെന്ന് ട്രാവലിൽ വരുമ്പോൾ കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അവൻ കൊടുത്തേ ചെയ്തായിപ്പോയി. മനഃപൂർവ്വം എടുത്തായിരുന്നു. I wanted a break from films. ഇനി ബ്രേക്ക് ഇല്ലാതെ അങ്ങനെ വിശ്വസിക്കാം. Yes, I hope. സിനിമയില് ഇതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ബ്രേക്കിനിടയിൽ. ആ ഒരു മാറ്റങ്ങളൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ആ മാറ്റങ്ങളുടെ ഭാഗമായതുകൊണ്ട് നല്ല ഭാഗ്യമാണ് തോന്നുന്നത്. ചേഞ്ചസ് ഓൾവേസ് ഫോർ ദ ഗുഡ്, ആസ് ഇൻ നോട്ട് ഓൾവേസ്, ഇറ്റ് ഡിപ്പെൻഡ്സ്. ചില ചേഞ്ചസ് കോണ്ടന്റിൽ വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് ഞാൻ ഉണ്ട് സമയത്തിൽ തന്നെ തുടങ്ങിയതാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഐ ഹവ് നോട്ട് ബീൻ അവേ ഫോർ വെരി ലോങ്. വനസ് ഇങ്ങനത്തെ ഒരു ഡൈവേഴ്സ് കാസ്റ്റിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം അപ്പോൾ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ലൈക്ക് മെയിൻ ലീഡ് കാസ്റ്റ്, സപ്പോർട്ടിങ് കാസ്റ്റ്, മെയിൽ ലീഡ്സിൽ ഡൈവേഴ്സിറ്റി കുറേ വന്നിട്ടുണ്ട്. കഥകളിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പാറ്റേൺ ഇപ്പോൾ വിജയേട്ടൻ കുറേ ഇൻ്റർവ്യൂസിൽ പറഞ്ഞു, ടെക്നോളജി കൊണ്ട് തരുന്ന സർട്ടൺ അഡ്വാൻറ്റേജസ് വിച്ച് കംസ് ഇൻ സ്റ്റോറി ടെല്ലിങ്, അതുണ്ട്. പക്ഷെ ചേഞ്ച് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഒരു സിനിമ സെറ്റിൽ നമ്മൾക്ക് അത്രത്തോളം സ്ത്രീകളെ ഉണ്ട്. ഐ എം നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ആക്ടേഴ്സ്, ടോക്കിംഗ് അബൌട്ട് അതേഴ്സ് തിങ്സ്. അതേപോലെ ഐ തിങ്ക് സ്ത്രീ കഥാപാത്രങ്ങളുടെ കണ്ടന്റിൽ കുറച്ച് ഡൈവേഴ്സിറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താനുള്ള ഒരു കട്ടകാലമാണ് ഇപ്പോൾ. യു ഹാവ് ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറയണ്ട. ഐ ഹാവ് എ മേജർ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് നമ്മളൊരു മെയിൽ ഓറിയൻറ്റഡ് നമ്മൾ പറയൂലല്ലോ. ഒരു സിനിമയാണ്, ഒരു കഥയാണ്. അതിൻ്റെ കാഴ്ചപ്പാടാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ കാഴ്ചപ്പാട് ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി മറ്റൊരു കാര്യം എനിക്കറിയില്ല. ദാറ്റ്സ് ഹൗ ഐ സീ ഇറ്റ്. ഇപ്പം ബിജു ചേട്ടാ 51 വർഷമായിട്ട് ഓണം ആഘോഷിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണം
ഏതായിരിക്കും? അത് അച്ഛനും അമ്മയ്ക്ക് ജീവിച്ചിരുന്നപ്പോഴുള്ള ഓണമൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും. എങ്ങനെയാണ് സാധാരണ ഓണം ആഘോഷങ്ങളൊക്കെ? എല്ലാവരെയും പോലെ കാലത്ത് കുളിക്കും, കാലത്ത് കുളിക്കും, ഇടിയും സദ്യ ഉണ്ണും, TV കണ്ടുകൊണ്ടിരിക്കും, സിനിമയ്ക്ക് പോകും. ലൊക്കേഷനിലായിരിക്കും അതോ വീട്ടിലായിരിക്കും? ഓണം വീട്ടിലായിരിക്കും. ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ അല്ല, സാധാരണ ഓരോ ഓണത്തിന് നമ്മൾ പ്ലാൻ ചെയ്യും. നമുക്ക് ഓണത്തിന് സദ്യയെ കൊണ്ട് തിരുവോണത്തിന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പടത്തിന് പോയാലോ എന്നിങ്ങനെ മനസ്സിലാഗ്രഹിക്കും. പക്ഷെ ഇപ്രാവശ്യം ഒരു സ്പെഷ്യലാണ്. ഓണത്തിന് നമ്മുടെ പടം കാണാമല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഓണത്തിന് നമ്മുടെ പടം തിയേറ്ററിൽ വരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഡ്രീമായിരുന്നു ആക്ച്വലി. അതൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ, ഈ ഓണം ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓണം ആയിരിക്കും ഒരു പക്ഷേ ഇത് എന്ന് വിചാരിക്കും. ഓണത്തെ പറ്റിയിട്ടുണ്ടോ? ഈ ഏറ്റവും കൂടുതൽ ജനിച്ചിട്ട് ഇത്ര നാളായിട്ട് ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ഓണം ഇതാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം ഓരോ ദിവസവും 8-ാം തീയതി ആവാൻ വേണ്ടി കാത്തിരിക്കുക. തിരുവോണത്തിൻ്റെ അന്ന് തന്നെ പടം റിലീസ്, ആദ്യം തന്നെ പടം കാണുക, അത് കഴിഞ്ഞിട്ട് സദ്യ കഴിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് അത് പടം ഫസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആലോചിക്കുന്നത്. അപ്പം അതിന് എൻ്റെ അനുഭവം അതാണ്. ഈ ഒരു ഓണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന, കാത്തിരിക്കുന്ന ഒരു ഓണം. ഈ ഓണത്തിന് തിയേറ്ററിൽ നമ്മളെ പടം കാണുക, സ്ക്രീനിൽ നമ്മളെ കാണാമെന്നതിനെ പറ്റി അതിന് വലിയൊരു ഭാഗ്യം വേറെ കിട്ടും. അത് തിരുവോണത്തിന് റിലീസാവുന്ന പടം ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്പേസിൽ എത്താൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇതൊരു ഭയങ്കര സ്പെഷ്യൽ മന്താണ് എനിക്ക്. അപ്പോൾ ഇത് ഇറങ്ങുന്ന എല്ലാ പടങ്ങളും അതിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും പറ്റുന്നത്രയും കൺവിൻസിങ്ങും ഡിഫറെൻറ്റും ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കാവണം എന്നുള്ള ഒരു പ്ലേസിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് വർക്കായാൽ എനിക്കിത് ഭയങ്കര ഹാപ്പി ഓണമായിരിക്കും. ആദ്യമായിട്ടാണ് ഒരു ഓണം റിലീസ് ഉണ്ടാകുന്നത്. പണ്ട് മുതൽ കുഞ്ഞിലെ സിനിമ കാണാൻ പോകുന്ന ടൈം മുതൽ ഓണം റിലീസസ് എന്ന് പറയുന്നത് വലിയ സിനിമകളാണ്. നമുക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ. അങ്ങനെ ഒരു സിനിമ ഇപ്രാവശ്യം എനിക്കും ഉണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ്. തെക്കൻ തല്ലേഴ്സ് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണം. ഓണം കാത്തിരിപ്പാണല്ലോ ഓണം. കുഞ്ഞുനാളിലെ ഉള്ള ഓണം കാത്തിരിപ്പിൻ്റെ ഓണമാണ്. എനിക്കൊരു മൂത്തേമ്മയുണ്ട്. ഈ മൂത്തേമ്മയാണ് നമ്മുടെ ഓണത്തിൻ്റെ കാത്തിരിപ്പ്. മൂത്തേമ്മ ഇങ്ങനെ വന്നിട്ട് ഒരു 2 രൂപ 3 രൂപയൊക്കെ തരും. ഇത് കൊണ്ടുപോയി തോക്കും പൊട്ടാസൊക്കെ മേടിച്ച് വെടിവെച്ച് കളിക്കുന്നത് ഇത് കിട്ടുന്ന മൂത്തേമ്മയെന്നാണ്. അങ്ങനെയുള്ള പിന്നെ ഭയങ്കര സന്തോഷമാണ് ഓണം എടുക്കുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്നത്. പിന്നീട് വളർന്നപ്പം പിന്നെ ഈ കല പിന്നെ നാടകം ജീവിതമാവണമെന്നുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. അത് വളരെ പാടാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ കാത്തിരിപ്പൊക്കെ ഇല്ലാതായി, ഓണത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഒക്കെ മാറിയിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു സ്വപ്നം, കാത്തിരിപ്പിൻ്റെ സ്വപ്നമുള്ള ഒരു ഓണമാണ് ഈ സിനിമ. അത് വളരെ സന്തോഷമുള്ളൊരു ഓണമാണ് തീർച്ചയായിട്ടും. ആക്ച്വലി ഇൻ മോസ്റ്റ് ഓഫ് മൈ ഓണംസ് എനിക്ക് കുറേ മലയാളി ഫ്രണ്ട്സും ഉണ്ട്. സിനിമേനെ പറഞ്ഞ മുമ്പോട്ട്. സോ മിക്കവരും എല്ലാ ഓണമും അവരുടെ വീട്ടിലാണ് നമ്മൾ പോയി സദ്യയൊക്കെ കഴിക്കുന്നത്. അതിലാണ് മലയാള സിനിമയിൽ വന്ന ശേഷം എൻ്റെ ആദ്യ സിനിമ തന്നെ ഓണം റിലീസായിരുന്നു. ഞാൻ റെഡിയാവുമോ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് എനിക്കറിയില്ല ഹൗ സ്പെഷ്യൽ ദാറ്റ് ഫീലിംഗ് ഈസ്. ബട്ട് നല്ല സിനിമ വരുമ്പോൾ നമ്മൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. സോ ഐ റിയലി ലുക്ക് ഫോർവേഡ് ടു തെക്കൻ. ഫ്രം കാഴ്ച ടു തെക്കൻ ഇറ്റ്സ് ആക്ച്വലി എനിക്ക് കുറേ ഓണം റിലീസസ് ഉണ്ടായിരുന്നു. ഐ ഹാവ് ഹാഡ് ഫെയർ നമ്പർ ഓഫ് ഓണം റിലീസസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ആസ് എൻ ആക്ടർ ഐ ഡോണ്ട് നോ, ബട്ട് ഐ ഡെഫിനറ്റ്ലി ഫീൽ ലൈക്ക് മെനി ഓഫ് ദോസ് ഫിലിംസ് ഹാവ് ബീൻ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് മൈ കരിയർ. സോ ഐ ഹോപ്പ് തെക്കൻ ഡസ്, എസ്പെഷ്യലി ഇതിൻ്റെ മേക്കേഴ്സ് നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. This is a dream thing for them. So I really hope for them this is an important success. ഓണത്തിന് സിനിമ റിലീസ് ആവുകയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഓണത്തിന് നിങ്ങളെ രസിപ്പിക്കുന്ന നല്ലൊരു എൻ്റർടൈനർ തന്നെയായിരിക്കും ഈ സിനിമ 100%. തീർച്ചയായിട്ടും പടം കാണണം, പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും നല്ലൊരു ഓണാശംസ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.